لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة والله قدير والله غفور رحيم صدق الله العلي العظيم അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, പ്രഭു സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി ജന്നാത്തുൽ ഫിർദൗസ്, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നത് പ്രകാരം സംസാരിക്കുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനും ഒക്കെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഈ ഭൂമുഖത്തെ സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ നിർവഹിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അള്ളാഹുവിൻ്റെ ദീനിന്റെ സന്ദേശം സകല ജനങ്ങളിലും എത്തിക്കുക എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ സാഹചര്യം, ഇന്ത്യൻ സാഹചര്യം പ്രത്യേകിച്ച്, അത് നമ്മളോട് എത്ര ദ്രുതഗതിയിൽ ആ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അത് കൈമാറുക എന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭത്തിൽ നമ്മളുടെ കാര്യങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി കഴിഞ്ഞാൽ അത്തരം നമ്മുടെ കാര്യങ്ങൾ നമ്മളൊക്കെ നടത്തുന്നതിനേക്കാളും ഭംഗിയായി തന്നെ അള്ളാഹു നടത്തി തരികയും ഈ ദീനിന്റെ സാധ്യത ഒരുപാട് മടങ്ങായി വർദ്ധിപ്പിക്കുന്നതിൽ നമുക്ക് പങ്കാളിത്തം നൽകുകയും ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇതൊരു പ്രവാചക ദൗത്യമാണ്, അതാത് കാലഘട്ടത്തിലെ ഇസ്ലാമിക പ്രവർത്തനമെന്ന് പറയുന്നത്. പ്രവാചക ദൗത്യം എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ അള്ളാഹു ആദരിച്ച മുഴുവൻ ജനത്തെയും അള്ളാഹുവിൽ നിന്നുള്ള ഒരു കയറിൽ, ഒരു മാലയിൽ കോർക്കുക എന്ന പ്രവർത്തനമാണ്. അള്ളാഹുവിന്റെ ഹബിൽ എന്ന് പറഞ്ഞാൽ കയറ് എന്നും അർത്ഥമുണ്ട്. അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ടു തന്ന ഒരു കയറിൽ മനുഷ്യകുലത്തെ മുഴുവനും കോർത്തെടുക്കുക എന്ന ദൗത്യമാണ് പ്രവാചകന്മാർ ഈ ഭൂമുഖത്ത് നിർവഹിച്ചത്. പ്രവാചകന്മാർ ഇവിടെ അവശേഷിപ്പിച്ചു പോയതും ആ ഒരു കയറ് തന്നെയാണ്. അള്ളാഹു അവന്റെ റസൂൽ എന്ന് പറയുന്ന ഭാഷ,
അതാര് മുറുകെ പിടിക്കുന്നുവോ അവൻ ഒരിക്കലും വഴിതെറ്റുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതൊരു വ്യക്തിക്കും ബാധകമാണ്, സമൂഹത്തിനും ബാധകമാണ്, എല്ലാ കാലഘട്ടത്തിലും ബാധകമാണ്. അള്ളാഹുവിന്റെ പാശം തസീമു ബിഹബിലില്ലാഹി ജമീഅൻ വലാ തഫറഖു എന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഭിന്നിച്ചു പോകരുത്. വേറെ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ പാശത്തിൽ മുഴുവൻ ജനതയും കോർത്തിണക്കുന്ന പ്രവർത്തനം, അതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി പോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി നമ്മോട് ആവശ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകിയിരുന്ന ഒരേ ഒരു മഹാ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള വിശാലമായ ഒരു ഹൃദയമായിരുന്നു. അതേപോലെ തന്നെ ജനങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും, പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരുണ്ടാവും. പക്ഷേ അവരെ നന്മ കൊണ്ട് അതിജയിക്കുന്ന ഒരു മനസ്സ്, തിന്മയെ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് മുന്നേറുന്ന, അതിൽ അതിജയിക്കുന്ന ഒരു കഴിവ്, അതിനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഠിന ശത്രുവിനെ പോലും ആത്മമിത്രമായി മാറ്റുന്ന പ്രവർത്തനം, ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടം അത് വല്ലാതെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരാളോടും ഒരർത്ഥത്തിലും ഒരു വെറുപ്പില്ലാത്ത ഒരവസ്ഥ. ഈ വെറുപ്പാണ് ടെൻഷനായി മാറുന്നത്, അതാണ് രോഗമായി പല അപകടങ്ങളുമായി മാറുന്നത്. ഒരാളോടും ഒരു വെറുപ്പുമില്ല, വളരെ സ്വസ്ഥമാണ്. അങ്ങനെ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും തന്നെ, ആദ്യം നമുക്ക് തന്നെ അത് ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ സമൂഹത്തിൽ അത്തരം ആളുകൾ എന്തൊരു അനുഗ്രഹമായി മാറുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. രക്ഷിതാക്കളല്ല ഇന്ന് പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ ശിക്ഷിതാക്കളാണ്. നേരെ മറിച്ച് എന്തബദ്ധം പറ്റിയാലും രക്ഷപ്പെടുത്തുന്ന, അതിൽ നിന്ന് കരകയറ്റുന്ന ഒരു രക്ഷിതാവായി മക്കളുടെ മുമ്പിൽ നമ്മൾ മാറുന്നത് പോലെ തന്നെ ഈ സമൂഹത്തിന്റെ മുമ്പിലും മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് ഇസ്ലാം നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്രവാചകന്റെ ഈ സമുദായം തമ്മിലുള്ള ഒരു ഐക്യത്തിന്റെ സൂചന പ്രവാചകൻ നൽകുന്ന, നമുക്ക് സുപരിചിതമായ പ്രവാചകന്റെ ഒരു പ്രഖ്യാപനം നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സമൂഹമേ, സമുദായമേ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മൻ സല്ല സലാത്തന, ആരാണോ നമസ്കാരത്തെ നമസ്കരിച്ചത്, നമസ്കാരത്തെ ശരിവെച്ചത്, അങ്ങനെയുണ്ട്, നമസ്കാരത്തെ അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. വസ്തഖബല ഖിബലതന, നമ്മുടെ ഖിബലയിലേക്ക് അദ്ദേഹം തിരിയാൻ തയ്യാറായിട്ടുണ്ട്, ഖിബലയെ അംഗീകരിച്ചിട്ടുണ്ട്. വക്കല ദബിഹത്തന, നാം മറുത്തത് അദ്ദേഹം ഭക്ഷിക്കും, അല്ലെങ്കിൽ ഈ ഒരു ജനത ഭക്ഷിക്കും. ഫദാലിക്കൽ മുസ്ലിം, അവരത്രയും മുസ്ലിം എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലദീ ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി, അവരുടെ ഉത്തരവാദിത്തം അള്ളാഹു അവന്റെ റസൂലും ഏറ്റെടുത്തിരിക്കുന്നു. നിങ്ങൾ ഇനി അതിലൂടെ കടന്നിട്ട് അതൊന്നുമല്ല, അങ്ങനെ പോരാ ഇങ്ങനെ പോരാ എന്ന് പറഞ്ഞ് കലഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോവാൻ പാടില്ല, വേണ്ടതില്ല. കാരണം ഇത്തരക്കാരുടെ കാര്യം അള്ളാഹു റസൂൽ ഏറ്റിട്ടുണ്ട്. അവരത് കിബിലക്ക് തിരിയുന്നുണ്ടോ എങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ അടുത്തത് ഭക്ഷിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം. കിബിലെ അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കണം, നിങ്ങൾ അംഗീകരിക്കണം. അള്ളാഹു അവർ അംഗീകരിച്ചിട്ടുണ്ട്, റസൂലും അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അവരുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, അതിന്റെ പേരിൽ കലഹിക്കുന്ന, ഭിന്നിക്കുന്ന, അത് മനസ്സിൽ ചിന്തിച്ചു നടക്കുന്ന ഒരവസ്ഥ പോലും നിങ്ങൾക്കുണ്ടാവരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി സൂചിപ്പിക്കുകയും മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ച സൂറത്ത് മുംതഹിനയിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അസല്ലാഹു യജഅല ബൈനകും വ ബൈനൽ ലദീന ആദൈതും മിൻഹും മവദ്ദതൻ വല്ലാഹു ഖദീർ വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു നിങ്ങൾക്ക്, ഇന്ന് നിങ്ങൾ വിരോധം പുലർത്തുന്നവർക്കിടയിൽ നിന്ന് നിങ്ങൾ വിരോധം പുലർത്തുന്ന ആരാണെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാരോ കുട്ടികളോ അല്ലെങ്കിൽ സമൂഹമോ സമുദായമോ RSS ഫാസിസ്റ്റോ ഏതാവട്ടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ജൂതന്മാരോ ആരാവട്ടെ, നിങ്ങൾ വിരോധം പുലർത്തുന്ന ആർക്കാണെങ്കിലും അവർക്കുമിടയിൽ ഒരിക്കൽ മൈത്രി, സ്നേഹബന്ധം ഉണ്ടാക്കിക്കൂടുന്നില്ല. കാരണം എന്താണ്? ഉണ്ടാക്കിക്കൂടുന്നില്ല എന്ന തെളിവെന്താണ്? അള്ളാഹു അളവറ്റ കഴിവുള്ളവനാണ്. സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ യഖൂൽ ലഹു കുൻ ഫയകൂൻ, അവനോട് കുൻ എന്ന് പറയേണ്ട താമസമേ അതിനുള്ളൂ, അതുണ്ടാവും. അത്ര കഴിവുള്ളവനാണ് അള്ളാഹു എന്ന ബോധം നിങ്ങൾക്ക് വേണം. ഏതൊരു മനുഷ്യനെയും അടിമുടി മാറ്റാൻ, രാവിലെ ഉള്ള മനുഷ്യനെ വൈകുന്നേരമാകുമ്പോഴേക്കും മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. അവൻ ഏറെ മാപ്പരുന്നവനും ദയാപരനുമല്ലോ. അതുകൊണ്ടാണ് അബൂ സുഫിയാനെ പ്രതീക്ഷ വെക്കാൻ, അതേപോലെ ഹിന്ദിനെ നോക്കും. നിങ്ങൾ ഹിന്ദ് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു പ്രഭാഷണത്തില് അവരുടെ തഖ്വ എത്രത്തോളം ഉണ്ടായിരുന്നു. ഹംസ റളിയല്ലാഹുവിന്റെ കരള് കടിച്ചു തുപ്പിയ ഹിന്ദ്,
ആ ഹിന്ദ് പ്രവാചക സന്നിധിയിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എന്റെ ഭർത്താവ് അബു സുഫിയാൻ വേണ്ടത്ര കുടുംബത്തിന് ആവശ്യമുള്ള കാശൊന്നും തരുന്നില്ല. അപ്പൊ ഞാൻ ഇടക്കൊന്ന് പോക്കറ്റിൽ കൈയിട്ട് എടുക്കാറുണ്ട്. സ്വന്തം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പോക്കറ്റിൽ ആവശ്യത്തിന് ഭാര്യ, നിങ്ങളുടെ ഇണ, ഭാര്യ എന്നല്ല ഇസ്ലാമിൽ പ്രയോഗമില്ല, നിങ്ങളുടെ ഇണ, ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ ഇണ പോക്കറ്റിൽ കൈയിട്ട് എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ അള്ളാഹുവിന്റെ നിലപാടെന്തെന്നറിയാൻ ആഗ്രഹിക്കുകയും അത് പ്രവാചക സന്നിധിയിൽ അവതരിപ്പിക്കുകയും അനുവാദം വാങ്ങിക്കുകയും ചെയ്യുമാർ തഖ്വയുള്ള ആളാക്കി മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് സാധിക്കും. അതുകൊണ്ട് ഫാസിസ്റ്റുകളോടും അതേപോലെയുള്ള ആളുകളോടും നമ്മളുടെ മനസ്സ് എന്താവണമെന്ന്, എന്തായിരിക്കണമെന്ന്, അദ്ദീനു വന്നസിഹ, ഗുണകാംക്ഷ തന്നെയാണ് ദീൻ. ആരോടുമുള്ള, എല്ലാത്തിനോടുമുള്ള അൽ ഖൽഖു ഖിയാലുള്ള, അള്ളാഹുവിന്റെ കുടുംബമാണല്ലോ, ആ കുടുംബത്തോട് മുഴുവനുമുള്ള ആ ഏറ്റവും വലിയ അനുഗ്രഹീതമായ ഗുണകാംക്ഷ, ഒരുത്തനും നരകത്തെ സ്പർശിക്കുക പോലും ചെയ്യരുതേ എന്ന് പറയുന്ന ഒരു മനസ്സ്, അതിന് ജാതിയില്ല, മതമില്ല. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് ഒരു ആട്ടിൻകുട്ടിയെ ബാധിച്ചാൽ പോലും അത് ഭയപ്പെടുന്ന ഒരു മനസ്സിന്റെ ഒരു ഉടമയായി മാറാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങോട്ടും കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളവനാണ്, മാപ്പരുള്ളവനാണ്, ദയയുള്ളവനാണ് എന്നാണ് ഈ അള്ളാഹു സുബ്ഹാനഹു തആല. വല്ലാഹു ഖദീർ, അള്ളാഹുവിന് കഴിവുണ്ട് ട്ടോ, വല്ലാഹു ഗഫൂറും റഹീമുമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല. അതുകൊണ്ട് ആരിലും നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാവണമെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് ഫാസിസത്തെയും ഏത് അനുഗ്രഹീതമാക്കി, സർക്കാരികളുടെ ചരിത്രം അറിയുന്നവരാണ് നമ്മൾ, അടിമുടി മാറ്റി മറിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞത് ഓർക്കണം, കിബിലക്ക് തിരിഞ്ഞോ, അറുത്തത് ഭക്ഷിച്ചോ എങ്കിൽ ആരാണെങ്കിലും അവരൊക്കെ സത്യവിശ്വാസ സഹോദരങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അവർക്കിടയിലേക്ക് നിങ്ങൾ ഇറങ്ങണം. ഇന്ത്യ മഹാരാജ്യത്ത് ഈ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി അവർക്കിടയിലേക്ക് നിങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടാവണം, ഒരൊറ്റ മനസ്സിന്റെ ഉടമകളായി മാറണം. വഅസ്ലിഹൂ ബൈന അഖ്വൈക്കും, നിങ്ങൾ ഈ പറഞ്ഞ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ ഇസ്ലാഹി പ്രവർത്തനത്തിൽ മുഴുകി നിരതരായി മാറുകയെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കാരണം എന്താണ്? അല്ലാഹുവിനോട് ഭക്തിയുള്ളവരാകുന്ന അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്തേക്കും. അതുവഴി നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ കവാടം അല്ലാഹു സുബ്ഹാനഹു തആല തുറക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് നല്ലൊരു പ്രതീക്ഷ ഏത് സമയത്തും ആരോടും, ജൂതനോട് പോലും, ജൂതൻ നോക്കൂ നിങ്ങൾ, ആ അർത്ഥത്തിൽ ശത്രു വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണ് ശത്രുതയെ കുറിച്ച്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശത്രുവിനോട് പോലും നിങ്ങൾ ഗുണകാംക്ഷ പുലർത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിരിക്കുന്നത് ചിന്തിക്കുവാൻ ആഹ്വാനം ചെയ്യുകയും ചിന്തിക്കാൻ കഴിവ് നൽകിക്കൊണ്ടാണ്. മനുഷ്യനാവുന്നത് ചിന്താശേഷി ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. മൃഗത്തിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ വേർതിരിയുന്നത് ചിന്തിക്കാനുള്ള. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് അഫലാ തഅഖിലൂൻ എന്ന് എത്ര വട്ടം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ലഅല്ലകും തഅഖിലൂൻ, ചിന്തിക്കുന്നവർ ആയേക്കും നിങ്ങൾ. അല്ലാഹുവിന്റെ ഒരു വല്ലാത്തൊരു പ്രതീക്ഷയാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കഴിവ്, ചിന്തിക്കാനുള്ള ഒരു കഴിവ് തുടങ്ങിയേക്കും. ലഅല്ലകും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവർ ആവാൻ വേണ്ടി എന്നും. ഖൗമൻ യതഫക്കറൂൻ, ഈ ചിന്തിക്കുന്ന ഒരു ജനതയ്ക്കുള്ള ദൃഷ്ടാന്തമാണ് കേട്ടോ എന്ന്. എന്നിട്ട് ഖുർആന്റെ ചോദിക്കുന്നു, അഫലാ യൻദുറൂന, ബയോളജിയെ കുറിച്ച് അല്ലാഹു പറയാണ്. അഫലാ യൻദുറൂന, ഇവർ ഒട്ടകത്തെ സൃഷ്ടിച്ചത് കണ്ടില്ലേ? ഗോളശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നു, ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് കണ്ടില്ലേ? ഇതൊക്കെ ചിന്തിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വ്യത്യസ്തമായ കോണിലൂടെയാണ് ചിന്തകൾ പോവുക. ഓരോ മനുഷ്യൻ, ഒരു വാപ്പയുടെ മക്കളുടേത് തന്നെ വ്യത്യസ്തമായ കോണിലേക്കായിരിക്കും പോവുക. ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കണം. ഒരേപോലെ ആക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അത് ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കണം. അല്ലാഹു ചിന്തിക്കാൻ ആഹ്വാനം ചെയ്തു വിട്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ജനതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായിരിക്കും. മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ കാര്യം പറഞ്ഞാൽ പോലും, അള്ളൊരു കാര്യം പറഞ്ഞാൽ പോലും നിങ്ങൾ അത് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന, നിങ്ങളുടെ നാഥന്റെ സൂക്തങ്ങൾ വെച്ച് ഉപദേശിച്ചാൽ അതിനോട് പോലും അവർ അന്ധരും ബധിരരുമായി വർത്തിക്കുകയില്ല. നല്ലോണം ആലോചിച്ചും ചിന്തിച്ചും കാര്യങ്ങളെ ഏറ്റെടുക്കുമെന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വല്ലൈലി ഇദാ യഖ്ശ, ഇരുളാർന്ന രാത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, വന്നഹാരി ഇദാ തജല്ല,
അതേപോലെ തെളിഞ്ഞ പകലാണ് സത്യം. രണ്ട് വൈരുദ്ധ്യങ്ങളെ പിടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. അതേപോലെ വമാ ഖലഖത് ദക്കറ വൽ ഉൻസ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചവനാണ് സത്യം. ആണും പെണ്ണും രാത്രിയും പകലും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സ്ഥാപിക്കുന്നത് എന്താണ്? ഇന്ന സഅയക്കും ലശത്ത, നിങ്ങളുടെ പ്രവർത്തനം വ്യത്യസ്തമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കർമ്മം വ്യത്യസ്തമാണ്. അള്ളാഹു അങ്ങനെ വെച്ചിരിക്കുന്നു. രാവ് വെച്ചതുപോലെ പകല് വെച്ചതുപോലെ. പിന്നെ ഞാൻ അവനെ ഉൾക്കൊള്ളൂല, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ, അല്ലെങ്കിൽ കുടുംബമോ അയൽവാസിയോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി വിരുദ്ധമായ ആളുകളോ ഞാൻ അങ്ങനെ ഉൾക്കൊള്ളൂല എന്ന് പറയാൻ പറ്റില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉൾക്കൊണ്ടേ പറ്റൂ, അല്ലാത്തത് നിഷേധമാണ്, കുഫറാണ് എന്ന് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാം ഐക്യത്തെ ഈമാനായി കാണുന്നത് കാണാൻ സാധിക്കും, അനൈക്യത്തെ കുഫറായി കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാഫിർ അനൈക്യത്തിന്റെ സ്വഭാവം പെരുമാറ്റവും കൊണ്ട് നടന്നാൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഐക്യത്തിന്റെ എങ്ങനെ യോജിക്കാം എന്നതാണ് ഗവേഷണം നടത്തേണ്ടത്. എങ്ങനെ ഭിന്നിപ്പിക്കാം എന്ന് ശത്രു പണിയെടുക്കുമ്പോ നമ്മൾ അതിന്റെ നേർവിപരീത പ്രവർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നേർവിപരീതം, ജാഹിലിയത്തിന്റെ നേർവിപരീതം ഇസ്ലാം ആയതുപോലെ എങ്ങനെ ഒന്നിപ്പിക്കാം ഈ സമൂഹത്തെ, ഈ ഐക്യത്തോടുകൂടി എങ്ങനെ കൊണ്ടുവരാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ സമൂഹത്തോടും യോജിച്ച് നിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസിയായി മാറുന്നത്. അതിന് സാധിക്കണം, ആ അർത്ഥത്തിൽ അതിൽ ലയിച്ചു ചേരാൻ സാധിക്കണം. അതിന്റെ അർത്ഥം എല്ലാം കുഫറിനെയും ഇതിലേക്കും ലയിച്ചതിലേക്ക് അങ്ങനെ ആ അർത്ഥത്തിലല്ലല്ലോ പറയുന്നത്. അവിടെയൊക്കെ ഒരു വിശ്വാസിയായിട്ട് ലയിച്ചു ചേരാൻ സാധിക്കണം. കുഫറിന്റെ വചനം ഉച്ചരിക്കേണ്ടി വന്നു നിങ്ങൾ, എങ്കിൽ അത് ഉച്ചരിച്ചിട്ട് പോലും ഈ കാര്യത്തിന് വേണ്ടി നിലകൊള്ളണം നിങ്ങൾ. നിർബന്ധമായി വന്നാൽ അതുപോലും അനുവദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മനുഷ്യരോടുകൂടെ ലയിച്ചു ചേരുന്ന, അവരെ ചേർത്ത് നിൽക്കുന്ന, ഒരാളോടും കോപിക്കുന്നവരായി തിന്മയെ തിന്മ കൊണ്ട് നേരിടുക പാടില്ല എന്ന് മാത്രമല്ല, ചേർത്ത് പിടിച്ച് ഒരു ജൂതൻ മൂത്രമൊഴിച്ച രംഗം ഓർക്കുകയാണ്. മൂത്രമൊഴിച്ചപ്പോ അത് തടയാൻ ശ്രമിക്കുകയാണ് സഹാബികള്. പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ്, പ്രവാചകന്റെ പള്ളിയിൽ. തടയാൻ ശ്രമിക്കുമ്പോ പ്രവാചകൻ തടഞ്ഞത് മൂത്രമൊഴിക്കുന്നവനെയല്ല തടഞ്ഞത്, പ്രവാചകൻ തടഞ്ഞത് മൂത്രമൊഴിക്കുന്നത് തടയുന്നവനെയാണ്. ഒഴിക്കട്ടെ അവൻ, എന്നിട്ട് പൂർത്തിയായി ഒഴിക്കുന്നത് വരെ പ്രവാചകൻ മറ്റുള്ളവരെ തടഞ്ഞു നിർത്തിയെന്നാണ് ചില വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ തന്നെ അത് തന്റെ കൈകൊണ്ട് ആ മണ്ണ് വാരി മാറ്റുന്നു, സഹാബികൾ അതിന് കൂടെ കൂടുന്നു. എന്നിട്ട് പിന്നീടാണ് പള്ളിയുടെ പവിത്രതയും പ്രാധാന്യവും ഒക്കെ പറയുക വഴി ആ മനുഷ്യൻ പിന്നീട് ഇസ്ലാമില്ല ലോകത്തേക്ക് വരാനത് സാധിക്കും അദ്ദേഹത്തിന്. അത് അത്രയും വിശാലമായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പാകപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളോട് വൈരത്തിൽ വർത്തിക്കുന്നവൻ ആത്മമിത്രമായി മാറുന്നത് കാണാം. നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നമുക്ക് നോക്കണോ, എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കണം, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാത്തി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണം. എന്താണ് സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ ഒന്നിച്ചു പിടിക്കണം. മനുഷ്യകുലത്തെ മുഴുവനും ചേർന്ന്, അത് ജൂത ക്രൈസ്തവരോട് പറയുന്നുണ്ട്, തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ, നമുക്ക് ഒരുമിക്കാവുന്ന മേഖല ഉണ്ട് ഇവിടെ, ആ മേഖലയിൽ നിങ്ങൾ വരൂ. അങ്ങനെ വരിക വഴി നമ്മൾ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കുക വഴി നമ്മുടെ മനസ്സങ്ങ് വിശാലമാവും. നമ്മളൊക്കെ ഒന്നാണെന്നൊരു ബോധം നമ്മളിൽ വളരും. നേരെ മറിച്ച് നമ്മൾ അകറ്റാൻ നോക്കുന്നതിന് കൂട്ടുനിന്ന് കൊടുത്താൽ, അത്തരം വർത്തമാനങ്ങളും ഫിഖ് മസാലകളും പറഞ്ഞ് ഇനിയും നടന്നു കഴിഞ്ഞാൽ അവസാനം നമുക്ക് തന്നെ ഒന്നിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ഈ നാടിന്റെ തന്നെ നാശത്തിന് കാരണമായി തീരും. ശത്രു അത് മുതലെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തന്നെ ഒറ്റുകൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? വദ്കുറൂ നിഅമത്തുല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. ഇത് കുൻതും അഅദാഅൻ അല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഅതും നിഅമതി ഇഖ്വാന, നിങ്ങൾ പരസ്പരം വൈരികളായിരുന്നു, പലതിന്റെ പേരും പലതും പറഞ്ഞ് കൈകൂട്ടോ ഗനൂത്തോ എന്താണെങ്കിലും അതൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇടതുവശോ വലതുവശോ എന്തൊക്കെ പറഞ്ഞ് നിങ്ങൾ പരസ്പരം വൈരികളായിരുന്നു. അപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയത്തെ തമ്മിൽ കൂട്ടിയിണക്കി. മനുഷ്യകുലത്തിന് മുഴുവൻ ബാധകമാണ്. ജൂതന്മാരിൽ ക്രൈസ്തവരിൽ നിന്നും കൂട്ടുവന്നിട്ടാണ് അള്ളാഹു കൂട്ടിയിണക്കിയത്. വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണ് അള്ളാഹു കൂട്ടിയിണക്കിയത്. അതേപോലെ വ്യത്യസ്തമായ പാർട്ടികളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഹൃദയത്തെ ഇണക്കുന്ന പണി, അതിന് നിങ്ങൾ നേതൃത്വം കൊടുക്കണം. അവന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. അതാണ് നിഅമത്ത്. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഈ സാഹോദര്യ ബോധമാണ്. മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹ് പറയണത് ഫലക്കത് കറംനാ ബനി ആദം, അത് നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തിന്റെ പേരിലാണെങ്കിലും, ഷിർക്കിന്റെ പേരിലാണെങ്കിൽ പോലും അള്ളാഹു അത് അനുവദിക്കുന്നില്ല, അനാദരിക്കുവാൻ അനുവദിക്കുന്നില്ല. ഒരു 10,000 പള്ളി ഒന്നിച്ചവർ പൊടിച്ചാലും
ഒരു അമ്പലത്തിന്റെ ഓടിളക്കുക ഇസ്ലാമല്ല. നമ്മളുടെ മക്കളെ മുഴുവനും ബലാത്സംഗം ചെയ്ത് കൊന്നാലും അവരൊരുത്തി പെൺകുട്ടിയെ തൊടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടവരായി മാറും. ആ ഒരൊറ്റ ചെയ്യലും മതി. വ്യാപകമായി കണ്ടോ, RSS മാത്രമൊന്നുമല്ല ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത്, പെണ്ണിനെ കൈവെക്കുന്നത് കണ്ടോ. ഒരൊറ്റ ആള് ലോകത്ത് ചെയ്താൽ മതി, അത് ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെയധികം ജാഗ്രതയോടുകൂടി തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്നത് വളരെയധികം ജാഗ്രതയോടുകൂടി നമ്മൾ സമീപിക്കേണ്ടതുണ്ടെന്ന് മാത്രമല്ല, തിന്മയെ നന്മ കൊണ്ട് നേരിടുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നിങ്ങളാവട്ടെ ഒരു അഗ്നികുണ്ഡത്തിന്റെ ജെല്ലിലായിരുന്നു, അവൻ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. ഇഖ്വാനായി സാഹോദര്യം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് വീണ്ടും വീണ്ടും സാഹോദര്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള അവസരം നൽകിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിച്ചു, അഗ്നികുണ്ഡത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു. ഇപ്രകാരം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തുന്നത് നിങ്ങൾ സന്മാർഗത്തിലേക്ക് മുന്നേറാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം തഖ്വയും ഹിദായത്തും ഐക്യവുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിലേക്കൊക്കെ ഇറങ്ങേണ്ടതുണ്ട്. സാഹോദര്യത്തിന്റെ പ്രാധാന്യം അവരെ തൊട്ടുണർത്തേണ്ടതുണ്ട്. അതേപോലെ ഹൈന്ദവരാവട്ടെ ഏത് ജാതിയരാവട്ടെ നമ്മളെല്ലാം ഒരൊറ്റൊന്നിൽ നിന്നാണ്. നിങ്ങൾ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും, നമ്മളെടുത്താണ് അത് ഈമാനിന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ ഭാഗമാണ്, അതേപോലെ കർമ്മങ്ങളുടെ ഭാഗമാണ്. നമ്മളുടെ ഏറ്റവും വലിയ തഖ്വ അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് നമ്മളെല്ലാം കാത്തിരിക്കാൻ ആളുകൾ കാത്തിരിക്കാൻ. ഈ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക അവരൊക്കെ നമ്മളെ എതിർത്ത് നമ്മളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. വെറുതെ ആ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. ഹിക്മത്തോടു കൂടി നമ്മൾ ചെല്ലുന്നു, പ്രാർത്ഥിച്ച് നമ്മൾ ചെല്ലുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലും കാവലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികളുടെ ഇടയിലേക്ക് നമ്മൾ ഒന്നിക്കുകയും എന്നിട്ട് ആ സത്യവിശ്വാസികൾ ഒന്നടങ്കം ഈ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ പാശത്തിലേക്ക് ജനങ്ങളെ കോർത്തിണക്കാൻ വേണ്ടി, അവരെ മതം മാറ്റാൻ വേണ്ടിയിട്ടല്ല, അവർ ഒരൊറ്റ അമ്മയുടെ മാതാവിന്റെ പിതാവിന്റെ മക്കളാണെന്ന ബോധം, സാഹോദര്യ ബോധം ഉണർത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റസൂൽ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാൽ പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ പരസ്പരം കലഹിക്കുന്ന ഒരവസ്ഥയെ ഉണ്ടാവരുത്. അഥവാ നിങ്ങൾ കലഹിച്ചു കഴിഞ്ഞാൽ രേഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറ്റ് പോവും. നമുക്കറിയാം, ഒരു വണ്ടി നമ്മളങ്ങനെ പോവുക, വണ്ടി നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാ, കാറാണ്. പക്ഷെ എന്നിട്ട് കാറ്റ് പോയാൽ ഒരു ടയറിന്റെ കാറ്റ് പോയാൽ തന്നെ മതി, 4 ടയർ ഒന്നിച്ചൊന്നും പോവേണ്ടതില്ല. അവസാനം അത് പഞ്ചറടക്കാൻ ആളെയും കിട്ടുന്നില്ല, നമുക്കറ്റ് കഴിയണമില്ല. അവസാനം കെട്ടിവലിക്കാൻ നോക്കിയിട്ട് അതും രക്ഷയില്ല. ഇതാണ് അവസ്ഥ. ഒരു കാറങ്ങ് കെട്ടിവലിച്ചോണം, വേറെ വണ്ടിയെ വിളിച്ചിട്ട് കെട്ടിവലിച്ചു നോക്കണം, അതിന് എത്ര കാശ് വരും അപ്പോഴറിയാം. ഇത് നമ്മളെ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് കാറ്റ് പോകും, മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ടു നടക്കാൻ ആരും കിട്ടൂല. നിങ്ങളൊന്ന് മര്യാദക്ക് വലിച്ചു കൊണ്ടുപോകാൻ ആരും തയ്യാറാവില്ല. ഉപേക്ഷിക്കപ്പെടും, കാർക്കിച്ച് തുപ്പപ്പെടും. അതുകൊണ്ട് ഉപേക്ഷിച്ച് പോടോ, ഒന്നുകിൽ നന്നാക്കി എടുക്കുക, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകും എന്ന് പറയുന്ന ഒരവസ്ഥ. അതാണ് അള്ളാഹു അന്ന് തന്നെ പ്രയോഗിച്ചത്. നിങ്ങളുടെ കാറ്റ് പോവും. വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, തീർച്ചയായും അള്ളാഹു ക്ഷമാലുക്കളോടൊപ്പം തന്നെയാകും. അപ്പോ ഈ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതീവ ഗൗരവത്തോട് കൂടിയിട്ടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇന്നല്ലാഹു യുഹിബ്ബുല്ലദീന എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല സഫായി നിന്നുകൊണ്ട് അണിചേർന്ന് ഇസ്ലാമിക പ്രവർത്തനത്തിൽ മുന്നേറ്റം നടത്തുന്നവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സംഭവം മാത്രം നോക്കൂ നിങ്ങൾ. വൈരുദ്ധ്യം തികച്ചും ഇസ്ലാമിന്റെ അടിസ്ഥാനവുമായി പെട്ട കാര്യത്തിൽ തികച്ചും വൈരുദ്ധ്യമായ ഒരു അനുഭവം പ്രവാചകന്റെ ഒരു പ്രഖ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അസ്ഹാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ ഒരു സംഭവമാണ്. സഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യുസല്ലീന അഹദുൽ അസ്രി ഇല്ലാ ഫീ ബനി ഖുറൈള, നിങ്ങളിൽ ഒരാളും അസ്ർ നമസ്കരിക്കരുത്, ബനു ഖുറൈളയിലെത്തിയതിനു ശേഷമല്ലാതെ. അങ്ങനെ പറഞ്ഞയച്ച ഒരു സംഘത്തെ പ്രവാചകൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്നിട്ട് അവസാനം എന്തായി മാറി? വഴി നമ്മൾ ഒരുപാട് കേട്ടതാണ്, പക്ഷെ ഒന്ന് ഇതുമായി ചേർത്ത് നമ്മളൊന്ന് കേട്ടു നോക്കുക. അങ്ങനെ ബനു ഖുറൈള എത്തുന്നതിന് മുമ്പ് അസ്റിന്റെ ഖളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഖളായി കഴിഞ്ഞാൽ പ്രവാചകൻ എത്രത്തോളമാണ് ഗൗരവത്തിൽ അതിനെ കണ്ടത്. ഒരു സമൂഹത്തെ ശപിക്കുകയും ആ ശാപം ജനത കേൾക്കുകയും ചെയ്ത ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. ഏതാണ് ഈ പ്രവാചകൻ? നമസ്കാരം ഖളാ ആയതിനെ ശപിച്ച പ്രവാചകൻ. എന്നാൽ തന്റെ നാശത്തിന് കാരണമായ തായിഫുകാരെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ ഇല്ല എന്ന് പറഞ്ഞ റസൂൽ സാസം, കാരുണ്യത്തിന്റെ നിറകൂടമായ റസൂൽ, നമസ്കാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു.
ഈ അത്രയും ഗൗരവമുള്ള നമസ്കാരം കള ആവുകയാണ്. കള ആവുമ്പോഴാ പറയുന്നത്, അത് കള ആക്കാൻ പാടില്ല, അതുകൊണ്ട് ഇവിടുന്ന് നമസ്കരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും തയ്യാറില്ലെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പന ഞങ്ങൾ പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനത വഴിയിൽ വെച്ച് നമസ്കരിക്കുകയാണ്. എന്നാൽ മറ്റൊരു ജനത അള്ളാഹിന്റെ റസൂല് പറഞ്ഞതിൽ അപ്പുറം, രാജാവിനെക്കാളും വലിയ രാജഭക്തി ഒന്നും കാണിക്കേണ്ടതില്ല, അള്ളാഹുവിന്റെ റസൂലാണ് അവിടെ എത്തിയിട്ട് നമസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇടയ്ക്ക് വെച്ച് അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ജനത, വേറൊരു വിഭാഗം, എന്നിട്ട് അവര് ബനൂ ഖുറൈദയിൽ എത്തിയതിനു ശേഷവും അസ്ർ നമസ്കരിച്ചു. ഈ രണ്ട് സംഭവം പ്രവാചകന്റെ മുമ്പിലെത്തുമ്പോൾ ഇതിലേറെ വലിയൊരു തെളിവ് എന്താണ് നമുക്ക് വേണ്ടത്? നമസ്കാരമാണ്, അടിസ്ഥാനമാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം വിചാരണ ചെയ്യുന്നതാണ്. ആദ്യം വിചാരണ, അതിൽ പോയാൽ പിന്നെ ഒക്കെ പോയി. എത്ര തൗഹീദ് ഉണ്ടായിട്ടും എത്ര പിന്നെ തഖ്വ ഉണ്ടായിട്ടും കാര്യമില്ല. അത്രത്തോളം ഗൗരവമുള്ള വിഷയത്തിലാണ് നേരുൾട്ടയായി രണ്ട് വിഭാഗത്തെ പ്രവാചകൻ ചിരിച്ചുകൊണ്ട് രണ്ടാരെയും തലോടി അംഗീകരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ശരിയിലാണ്. ഒന്ന് അക്ഷരവായന നടത്തി, ഒന്ന് അതിന്റെ ബുദ്ധിപൂർവം രണ്ടും അള്ളാഹുവിൽ ഉണ്ടാവും. ഈ സമുദായത്തിൽ രണ്ടും അക്ഷരവായന നടത്തുന്നവർ തള്ളേണ്ടതില്ല, നിങ്ങൾ തള്ളരുത്. ആ അർത്ഥത്തിൽ ആ ജനതയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിലേക്ക് ലയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അബൂഹുല്ലാനും നേർവിപരീതമായിരുന്നു പല കാര്യങ്ങളിലും. എന്നിട്ട് ഉമഖത്താന്റെ കൂടെ അള്ളാഹു ഇറങ്ങിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്റെ കൂടെയാണല്ലോ അള്ളാഹ്, അന്ന് അല്ല എന്റെ കൂടെ അല്ലേ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർത്തമാനം പോലും ഉമഖത്താനും പറഞ്ഞതായി നമുക്ക് കാണുക സാധ്യമല്ല. അള്ളാഹ് എന്നെ പിന്തുണച്ചിന് എന്ന് പറഞ്ഞിട്ട് പോലും, അത് ബോധ്യപ്പെട്ടിട്ട് പോലും, അങ്ങനെ തെളിവുണ്ടായിട്ട് പോലും ഉമഖത്താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അബൂ സുൽത്താനോട് ആദരവും ബഹുമാനവുമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആദരവും ബഹുമാനവും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എത്ര അനുഗ്രഹത്തിലാണ് എന്ന് വിചാരിക്കുന്നതിന് അർത്ഥമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 30-ലേറെ വിഷയങ്ങൾ ആയിഷ അള്ളാഹു മറ്റു പ്രമുഖ സഹാബികളുമായി തികച്ചും വ്യത്യസ്തമായ അഭിപ്രായം വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമല്ല വലിയ വലിയ കാര്യങ്ങളിൽ വരെ വലിയ വലിയ വ്യത്യാസം സഹാബികൾക്കുണ്ടായിട്ടും അവരൊക്കെ പരസ്പരം ആദരിക്കുന്ന ഒരവസ്ഥ ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മളുടെ മനസ്സ് പൗരോഹിത്യത്തിന് കീഴ്പ്പെടുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം നമ്മുടെ ബാധ്യത. ഈ പൗരോഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ ഏതോ താടി വെച്ച് തലപ്പാവൊക്കെ വെച്ച് നടക്കുന്ന ആളുകളാണെന്ന ധാരണ ക്രിസ്ത്യാനികൾക്കിടയിലും അതേപോലെ ഹൈന്ദവർക്കിടയിലും മുസ്ലിം സമുദായത്തിനിടയിലും ഒക്കെ ഉണ്ടെങ്കിൽ അതല്ല. പൗരോഹിത്യം ഒരു മനസ്സിന്റെ പേരാ, ഒരു മനസ്സിന്റെ അവസ്ഥയാണ്. ഏതൊരു മനസ്സിനും അത് പിടികൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മളിൽ അതില്ല എന്ന് ആദ്യം ഉറപ്പിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ഒരുപാട് വിശാലത കാണിക്കുന്നു. ചില സ്ഥലത്ത് നമ്മളിങ്ങനെ കുടിസാകുന്നുണ്ട് എങ്കിൽ ആ കുടിസ് മതി സകലതും തകർക്കാൻ. പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്, ഒരു മൺകലം, ആ മൺകലം നല്ല മൺകല, കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല മോടിയുണ്ട്, പക്ഷെ ഒരു ദോരണ്ടായാൽ ചെറിയ സുഷിരം മതി. ചെറിയ സുഷിരാണ്, കാണുന്നില്ല, നോക്കിയാൽ കാണുന്നില്ല. പക്ഷെ വെള്ളം ഒഴിച്ച് നോക്കൂ നിങ്ങൾ, ഒരു തുള്ളി വെള്ളം അതിൽ നേരം പുലരുമ്പോൾ കാണാൻ സാധിക്കില്ല. ഇതിന് അള്ളാനെ കുറ്റമായിട്ടോ കാര്യമൊന്നും, ചെറിയൊരു സുശീലുള്ളൂ അങ്ങനെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെറിയ ചെറിയ തെറ്റുകളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് വലിയ കൂമ്പാരം തന്നെ ആക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് ചരിത്രത്തിൽ പ്രവാചകൻ സഹാബികളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ആ പൗരോഹിത്യത്തിന്റെ മനസ്സാണ്. പൗരോഹിത്യത്തെ മനസ്സ് കർശനമായി പറഞ്ഞതിൽ നിലപാടില്ലായ്മ പൗരോഹിത്യത്തിന്റെ മനസ്സാ. എന്നാലോ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഈസാ നബി അലൈഹി സ്വലാം വ്യക്തമായി തന്നെ അത് ഇന്നും ബൈബിളിലൊക്കെ ബാക്കി കിടക്കുന്നതാണ് അത്ഭുതം. ഇതൊക്കെ ചോർന്നു പോയിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം ഗ്രന്ഥങ്ങളിൽ അവശേഷിക്കുന്നതാണ്. ഒട്ടകം ചത്തു കിടക്കുന്നുണ്ട് വെള്ളത്തിൽ, കുടിക്കുന്ന വെള്ളത്തില്. കൊതുകും ചത്തു കിടക്കുന്നുണ്ട്. ഒട്ടകത്തെ അപ്പാടെ വിഴുങ്ങാണ് ഇവരുടെ പണി തന്നെ. എന്നിട്ട് കൊതുക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കൊതുകിനെ ശ്രദ്ധിക്കട്ടോ എന്ന് പറയുന്ന. ആന ചത്തു കിടക്കുന്നുണ്ട്, അങ്ങനെ ഒരു റിവായത്തുണ്ട്. ആന ചത്തു കിടക്കുന്നുണ്ട് കുടിക്കുന്ന വെള്ളത്തില്. അതേപോലെ തന്നെ എന്താണ്, വേറെ ഒരു ജീവിയുണ്ട്, അത് ചത്തു കിടക്കുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നു, അതിനെപ്പാടെ ആനയെപ്പാടി വിഴുങ്ങിയിട്ട് മറ്റതിനെ അരിച്ചേർക്കുന്ന ഒരു സ്വഭാവം. കിണ്ടുകിണ്ടങ്ങളുടെ ആ പുറം വൃത്തിയാക്കി വെക്കുക, നല്ല മോടിയാ കാണാനൊക്കെ, പക്ഷെ അകം വൃത്തികേടാണ്, വർഗീയതയാണ്, വിദ്വേഷമാണ്. ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ ഉള്ളിന്റെ ഉള്ളിപ്പോ പിടികൂടിക്കൊണ്ടിരിക്കുക. സഭകൾ തന്നെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഒന്നും ഇനി ഞങ്ങളുടെ നേവാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സഭകള് അവർ സ്വന്തം തന്നെ പലതിലേക്കും കടന്നു വന്ന് ഏറ്റെടുക്കുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പൗരോഹിത്യം മുസ്ലിം സമുദായത്തിനകത്തും ഇന്ന് ഭിന്നിപ്പിന് പ്രസക്തി ഇല്ലാത്തൊരവസ്ഥ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ഈ അനുകൂല സാഹചര്യം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇത്തരം സന്ദർഭം ഉപയോഗപ്പെടുത്തി കാര്യങ്ങളെ ഭംഗിയാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അതീവ ഗൗരവത്തോടു കൂടി കാണുവാനും സന്ദർഭോചിതമായി ഇടപെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും
നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.